Cartesian product of three sets. A, B, C three sets ആണെങ്കിൽ Cartesian product of three sets is denoted by A cross B cross C. അതിലെ എലമെന്റ്സ് ഇങ്ങനെയായിരിക്കും A, B, C മൂന്ന് എലമെന്റ്സ് വെച്ചിട്ടുണ്ടാവും. Where the first element A is from first set A, second element B is from second set B, and third element C is from third set C. Here these elements A, B, C എന്ന ഒരു എലമെന്റിൽ മൂന്ന് കമ്പോണൻസ് വരികയാണെങ്കിൽ അതിന് നമ്മൾ പറയാ ഓർഡേഡ് ട്രിപ്ലെറ്റ് എന്നാണ്. പേരല്ല, ഓർഡേഡ് ട്രിപ്ലെറ്റ്. ഇതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് ത്രീ സെറ്റ്സ്. എക്സാമ്പിൾ, സപ്പോസ് A has element 1, B has element 2, 3, C has element 3, 4, 5. ഓക്കെ, ഇപ്പൊ എത്ര എലമെന്റ്സ് എ ക്രോസ് ബി ക്രോസ് സിയിൽ ഉണ്ടാവും? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി ക്രോസ് സി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എത്രയാ? 1 ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എത്രയാ? 2 ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സി എത്രയാ? 3. അപ്പൊ എത്ര എലമെന്റ്സ് ഉണ്ടാക്കും? 1 ഇൻറ്റു 2 ഇൻറ്റു 3 6 എലമെന്റ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ 6 എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ ക്രോസ് ബി ക്രോസ് സി, ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് കമ്പോണന്റ് ഫസ്റ്റ് സെറ്റ് എന്നായിരിക്കണം. സോ 1. സെക്കൻഡ് കമ്പോണന്റ് സെക്കൻഡ് സെറ്റ് എന്നായിരിക്കും. അപ്പൊ നമുക്ക് 2 ഉണ്ട് 3 ഉണ്ട്, നമുക്ക് ഏതെങ്കിലും ഒന്ന് എടുക്കാം. 2 എടുത്തു. തേർഡ് കമ്പോണന്റ് തേർഡ് സെറ്റ് എന്നായിരിക്കണം. സോ 3. ഓക്കെ, ഇനി 1 ഇവിടെ 1 തന്നെയുള്ളൂ. ഇവിടെ നമ്മൾ നേരത്തെ 2 എടുത്തിരുന്നു. സോ നമുക്കിനി അടുത്ത് 3 എടുക്കാം. ഈ 3യും തന്നെ എടുക്കുന്നു. ഓക്കെ, ഇനി 1 ഇവിടുന്ന് 2 എടുക്കുന്നു, 4 എടുക്കും. ഓക്കെ, 1 3 എടുക്കുന്നു, 4 എടുക്കും. നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. 1 2 എടുക്കുന്നു, 5 എടുക്കും. 1 3 എടുക്കുന്നു, 5 എടുക്കും. സോ 6 ഓർഡേഡ് ട്രിപ്ലെറ്റ്സ് എഴുതി കഴിഞ്ഞു. സോ എ ക്രോസ് ബി ക്രോസ് സി ഈസ് ഈക്വൽ ടു ദിസ് സെറ്റ്. എക്സാമ്പിൾ 4, പേജ് നമ്പർ 33. If P is equal to set 1, 2, form the set P cross P cross P. നമുക്കറിയാം കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ത്രീ സെറ്റ്സിന്റെ ഓരോ എലമെന്റ്സും ഓർഡേഡ് ട്രിപ്ലെറ്റുകളായിരിക്കും. ഇവിടെ നമുക്ക് കാണേണ്ടത് P ക്രോസ് P ക്രോസ് P ആണ്. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് യു ക്യാൻ ഫൈൻഡ് P ക്രോസ് P. സോ വാട്ട് വിൽ ബി P ക്രോസ് P? P cross P is Cartesian product of the set itself. Cartesian product of two sets ആണ്. So what about the elements of P cross P? എങ്ങനെ എഴുതാ? 1 1 1 2 2 1 2 2. Okay. So P cross P ചെയ്യുമ്പോൾ P ക്രോസ് പിയിൽ കിട്ടിയ 4 ഓർഡേഡ് പെയേഴ്സിന്റെ കൂടെ P എന്ന മൂന്നാമത്തെ സെറ്റിലെ ഓരോ എലമെന്റ്സും ആഡ് ചെയ്യും. സോ 1 1 നമുക്ക് ആദ്യത്തെ ഓർഡേഡ് പെയറിലുണ്ട്. അതിന്റെ കൂടെ P സെറ്റിലെ ഫസ്റ്റ് എലമെന്റ് ആഡ് ചെയ്തിട്ട് ഒരു ഓർഡേഡ് ട്രിപ്ലെറ്റ് ഉണ്ടാക്കാം. രണ്ടാമത്തെ എലമെന്റ് ആയ 2 ആഡ് ചെയ്തിട്ട് രണ്ടാമത്തെ ഓർഡേഡ് ട്രിപ്ലെറ്റ് ഉണ്ടാക്കാം. അതേപോലെ ബാക്കിയുള്ള 3 ഓർഡേഡ് പെയർസിലും ചെയ്യാം. സോ വാട്ട് യു ഗെറ്റ്? 1 2 1 1 2 2. ഓക്കെ, ദെൻ 2 1 1 2 1 2. The last ordered pair is 2 2. So 2 2 1 2 2 2. Okay, ഇങ്ങനെ ചെയ്യാം. So to find the Cartesian product of three sets, first you can find the Cartesian product of first two sets. അതിന്റെ കൂടെ അതിനെ ഒരു സെറ്റായിട്ട് കൺസിഡർ ചെയ്തിട്ട് വീണ്ടും മൂന്നാമത്തെ സെറ്റിന്റെയും കൂടെ കൂട്ടി കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കാണാം. ഓക്കെ, ഇത് വേറെ രീതിയിലും ചെയ്യാൻ പറ്റും. നമുക്ക് P ക്രോസ് P ആണ്. ഇവിടെ 3 ഒരേ സെറ്റ് തന്നെയാണ്. സോ ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്സ് നോക്കാം. P ആണത്. അതിലെ എലമെന്റ്സ് 1 ഉം 2 ആണ്. സോ നമുക്ക് 1 2 ഇങ്ങനെ എഴുതാം.
രണ്ടാമത്തെ സെറ്റ് ഏതാണോ വരുന്നത് അതിലെ എലമെന്റ്സിനെ 2 പ്രാവശ്യം എഴുതണം. അതായത് 1 2 1 2 എന്ന്. മൂന്നാമത്തെ സെറ്റിലെ എലമെന്റ്സ് വരുമ്പോൾ അതിനെ 4 ടൈംസ് എഴുതാം. ഓക്കെ, ഇവിടെ 1 ടൈം, ഇവിടെ വരുമ്പോൾ 2 ടൈംസ്, പിന്നെ അതിന്റെ ഡബിൾ 4 ടൈംസ് എഴുതും. അതായത് 1 2 1 2 1 2 1 2. ഓക്കെ, എന്നിട്ട് ഫോം ചെയ്യും എന്ന് പറയുമ്പോൾ ഈ എലമെന്റ് ഫസ്റ്റ് എലമെന്റിനെ 1 2 സെക്കൻഡ് എലമെന്റിനെ 1 2. ഓക്കെ, അത് കഴിഞ്ഞ് ഇതിലെ എലമെന്റിനെ 1 2 ഇതിലെ എലമെന്റിനെ 1 2 ഈ എലമെന്റിനെ 1 2, ഈ എലമെന്റിനെ 1 2. അങ്ങനെ നമുക്ക് ഓർഡേർഡ് ട്രിപ്ലെറ്റ്സ് ഫോം ചെയ്യാവുന്നതാണ്. അപ്പൊ എങ്ങനെ എഴുതാം? 1 1 1, then 1 1 2, then 1 2 1, 1 2 2. അങ്ങനെ ഇങ്ങനെ ഒരു ഡയഗ്രാം ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഓർഡേർഡ് ട്രിപ്ലെറ്റ്സ് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, then 2 2 1, ലാസ്റ്റ് യു വിൽ ഗെറ്റ് 2 2 2. ഇതിൽ ഏത് മെത്തേഡ് ആണോ നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതിലേത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എക്സസൈസ് 2.1 ക്വസ്റ്റ്യൻ നമ്പർ 5. If A is equal to set elements -1 1, find A cross A cross A. ഇവിടെ ഞാൻ ആ ഡയഗ്രാം മെത്തേഡ് യൂസ് ചെയ്യാം. ആദ്യം A എന്ന സെറ്റിലെ എലമെന്റ്സ് ഒരു തവണ മാത്രം എഴുതും. പിന്നെ ആ എലമെന്റ്സിനെ 2 തവണ എഴുതും. -1 1, ഇവിടെ -1 1. പിന്നെ മൂന്നാമത് ആ സെറ്റിലെ എലമെന്റ്സിനെ 4 പ്രാവശ്യം എഴുതും. -1 1, -1 1, -1 1, -1 1. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് എലമെന്റിനെ 2 എലമെന്റ്സ് ആയിട്ട് ജോയിൻ ചെയ്യും. ഈ എലമെന്റിനെ ഈ 2 എലമെന്റ്സ്, കാരണം ഓരോന്നിനും 2 എണ്ണം വരും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് A ക്രോസ് എയിലെ ഓർഡേർഡ് ട്രിപ്ലെറ്റ്സ് വരിക? -1 -1 -1. ഓക്കെ, നെക്സ്റ്റ് -1 -1 1. നെക്സ്റ്റ് -1 1 -1. നെക്സ്റ്റ് -1 1 1. Next 1 -1 -1. Next 1 -1 1. 1 1 -1. Last 1 1 1. So വളരെ ഈസി ആയിട്ട് നമുക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് 3 സെറ്റ്സ് എഴുതാം. Example 5, page number 33. If R is the set of all real numbers, what do the Cartesian products R cross R and R cross R cross R represent? So R, we know that it is set of all real numbers R. Okay, so here we have R cross R means Cartesian product of 2 sets. Okay, so Cartesian product of 2 sets ile elements ellam ordered pairs ആയിരിക്കും. X Y എന്ന ordered pairs ആയിരിക്കും. So the first component ഞാൻ ഇവിടെ എഴുതിയത് X ആണ്. X is from the set, first set R, and Y is also a real number. Okay, so R cross R ന്റെ meaning എന്താണ്? R cross R is Cartesian product of 2 sets. R cross R set builder form ൽ എഴുതുമ്പോൾ set of all ordered pairs XY such that X belongs to R and Y belongs to R. So നമുക്കറിയാം X എന്ന് പറഞ്ഞ ഫസ്റ്റ് കമ്പോണന്റ് റിയൽ നമ്പർ ആണ്, സെക്കൻഡ് കമ്പോണന്റും റിയൽ നമ്പർ ആണ്. സോ അങ്ങനെയുള്ള സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ്. സോ വി നോ ദാറ്റ് ഹൊറിസോണ്ടൽ റിയൽ ലൈൻ is called x-axis and the vertical real line is called y-axis. So coordinates in the chapter last year നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഈ XY പ്ലെയിനിലെ 2-dimensional സ്പേസ് ആണ്. ഓക്കെ, ഈ XY പ്ലെയിനിലെ എല്ലാ പോയിന്റ്സും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഓർഡേർഡ് പെയർസിലാണ്. ഓക്കെ, XY belongs to R cross R. So we can say the Cartesian product R cross R represents the coordinates of all points in 2-dimensional space. Okay, so we can write the Cartesian product R cross R represents the coordinates of all points in 2-dimensional space. Okay, ഈ XY plane coordinate plane or 2-dimensional space ന് പകരമായിട്ട് R cross R യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ R cross R എന്ന് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം that represents 2-dimensional space, XY plane or coordinate plane-നെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി R cross R അപ്പോൾ എന്തായിരിക്കും? നമുക്കറിയാം R cross Rലെ എലമെന്റ്സ് എല്ലാം ഓർഡേർഡ് ട്രിപ്ലറ്റ് ആയിരിക്കും. ആ എലമെന്റ്സ് XYZ belongs to R എന്ന് പറയും. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഒരു X ആക്സിസും Y ആക്സിസും Z ആക്സിസും വരച്ചാൽ അതിങ്ങനെ പോകുന്നു. നമ്മളിത് 3-dimensional geometry എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. സോ ദിസ് റെപ്രസെന്റ് 3D plane. R cross R represents the coordinates of all points in 3-dimensional space. 3D plane. Okay, so R cross R represents the coordinates of all points in 3-dimensional space. അനലിറ്റിക് ജോമെട്രി എന്നൊരു സെക്ഷൻ നമുക്കിവിടെ പഠിക്കാനുണ്ട് 11th സ്റ്റാൻഡേർഡിൽ. അവിടെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി എന്ന ചാപ്റ്റർ ഉണ്ട്. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവും. Let's do the problem. Exercise 2.1, question number 10. The Cartesian product A cross A has 9 elements, among which are found -1, 0 and 0, 1. Find the set A and the remaining elements of A cross A. So, ഇവിടെ തന്നിട്ടുണ്ട് number of elements in A cross A എന്ന് പറയുന്നത് 9 ആണ്. So, നമുക്കറിയാം ഒരു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലെ number of elements എന്ന് പറയുന്നത് number of elements in first set into number of elements in second set ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെറ്റ് സെയിം സെറ്റുകളാണ്. ദാറ്റ് മീൻസ് n of A സ്ക്വയർ ആണ് 9. അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് A എത്രയായിരിക്കണം? 3 into 3 ആണ്. രണ്ടും സെയിം ആയിരിക്കണം. അതിന്റെ പ്രൊഡക്റ്റ് 9 ആവണമെങ്കിൽ ആ നമ്പർ എത്രയായിരിക്കണം? 3 ആയിരിക്കണം. സോ A എന്ന സെറ്റാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും എയില് 3 എലമെന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് -1, 0 belongs to A cross A. സോ -1 എയിലെ എലമെന്റ് ആണ്, 0യും എയിലെ എലമെന്റ് ആണ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് -1, 0 belongs to A. Okay, and again we are given the ordered pair 0, 1. 0, 1 എന്ന ഓർഡേർഡ് പെയറും A ക്രോസ് എയിലുണ്ട് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? 0യും എയിലുണ്ട്, 1ഉം എയിലുണ്ട്. സോ 0, 1 belong to A. So number of elements in A is 3. We have got -1, 0, 0, 1 belong to A.
So we can write the elements of A -1, 0, 1. So ഇതാണ് സെറ്റ് A ആയിട്ട് വരിക. Okay, and here we need to write the remaining elements of A cross C. A cross Cയിലെ 2 elements ആണ് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത്. റിമൈനിങ് എലമെന്റ്സ് നമുക്ക് എഴുതണം. Okay, so A cross Cയിലെ remaining elements, we can write the remaining elements. ഈ 2 എലമെന്റ്സിനെ കൂടാതെയുള്ള, കാരണം 9 എലമെന്റ്സ് ടോട്ടൽ ഉണ്ട്. അതിൽ 2 എലമെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ബാക്കി 7 എലമെന്റ്സും നമുക്ക് എഴുതണം. The remaining elements of A cross A are -1, 0 എഴുതിയിട്ടുണ്ട്. -1, 1, then 0, 1 എഴുതിയിട്ടുണ്ട്. ബാക്കി 0, -1, 1, -1, പിന്നെ -1, -1, 0, 0, 1, 1, ലാസ്റ്റ് 1, 0. ഓക്കെ, ബാക്കിയുള്ള 7 എലമെന്റ്സ്.